ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ലേ ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഞാൻ വേറെ എവിടെയല്ല, ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിറയെ തുളസി ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇത് എപ്പോഴും ഇവിടെ ഒത്തിരി തുളസി ഉണ്ടാവും കേട്ടോ. ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്ത് നമുക്ക് കാല് കുത്താൻ പറ്റത്തില്ല, അത്രയും തുളസി ഉണ്ടാവും. എന്നിട്ട് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ടായിരുന്നു. അവിടെ മാല കെട്ടാനും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തുളസി ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇത്തവണ കുറച്ച് കുറവാണ്. കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടുത്തെ സപ്താഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അവർ ഒത്തിരി പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. കുഞ്ഞു തുളസി പറിക്കല്ലേ മോനെ. ഇവനിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തുളസീൻ്റെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ചെറുതായിട്ട് ഓടണം അവന് കുറച്ച്. അപ്പോൾ ഇതിനകത്ത് നിറയെ ബട്ടർഫ്ലൈസൊക്കെ വരും. അപ്പം അതിൻ്റെ പിറകെ ഓടലാണ് അവൻ്റെ ഒരു ഹോബി. കണ്ടില്ലേ, ഈ കാണുന്ന എല്ലാം ചെറുതെല്ലാം തുളസിയാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ അവർ പിച്ചിക്കൊണ്ട് പോയത് കൊണ്ടിട്ടാണ് ഞാൻ. പിന്നെ തുളസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ചെടിയും കൂടെ ഉണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നല്ലൊരു ലാവൻഡർ കളറ് ഫ്ലവറാണ്. എന്തോ ഒരു ഔഷധ ചെടിയാണെന്ന് അറിയാം, പക്ഷെ അതിൻ്റെ പേരെനിക്കറിയത്തില്ല. സോ ഇത് രണ്ടുമാണ് എൻ്റെ അമ്മയുടെ മുറ്റത്ത് ഇങ്ങനെ നിറച്ചുണ്ടാകുന്നത്. അപ്പോൾ ഇതെനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. സപ്താഹമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ ഞാൻ ഇതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു എന്തായാലും മിസ്സാവാതെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണമെന്ന്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇതുപോലെ ഒത്തിരി തുളസികളൊക്കെ ഉള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ്. ബൈ ബൈ.